ഇനി ഇൻഷാ അല്ലാ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞ് ഇൻഷാ അല്ലാ ഇതാക്കണം. 1-2 ചോദ്യം കൂടി. ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, ഇദാ മാത്തൽ മുഅ്മിനു, ഒരു വിശ്വാസി മരിച്ചാൽ, ശരിക്കും മനസ്സിലാക്കണം, ഒരു വിശ്വാസി മരിച്ചാൽ, ഐന യദ്ഹബു ഈമാനുഹു, അവൻ്റെ വിശ്വാസം എവിടെ പോവും? അവൻ്റെ വിശ്വാസം എന്നുള്ള വിഷയമുണ്ടല്ലോ, അത് എവിടേക്കാ പോവുക? ആ യുവാഫിഖുർ റൂഹ, അത് ആത്മാവിൻ്റെ കൂടെ പോവുകയാണോ ചെയ്യണത്? ആത്മാവിനോട് യോജിച്ച് ആത്മാവിൻ്റെ കൂടെയാണോ നിൽക്കുക? അവിൽ ജസദ, അല്ല ശരീരത്തിലാണോ നിൽക്കുന്നത്? ശരീരത്തിലാണോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസം നിൽക്കുക? അല്ല ആത്മാവിലാണോ, റൂഹിലാണോ? റൂഹ് പോലാണല്ലോ മരിക്കൽ. അപ്പോൾ റൂഹിലാണോ, എവിടെ നിൽക്കണേ? ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. കുൽത്ത, മറുപടി പറയണം, യക്കൂനു മാഹുമാ ജമിയ, രണ്ടിൻ്റെയും കൂടെ ഉണ്ടാവും. ശരീരത്തിൻ്റെ കൂടെയുണ്ട്, റൂഹിൻ്റെ കൂടിയും വിശ്വാസം ഉണ്ടാവും. അതെങ്ങനെ? അത് പറഞ്ഞുതരാം. അന്നൽ ഈമാന, ഈ യഥാർത്ഥത്തിൽ വിശ്വാസം തന്നെ എന്താണ്? അന്നൽ ഈമാൻ, നിശ്ചയമായിട്ടും വിശ്വാസം കലിമത്തുൻ ത്വയ്യിബ, നല്ല വാക്കാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് നല്ല വാക്ക്. അപ്പം നല്ല വാക്ക്, അതേതാ നല്ല വാക്ക്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് കലിമത്തുൻ ത്വയ്യിബ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അതാണ് നല്ല വാക്ക്. അതാണല്ലോ ഇപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ നല്ല വാക്ക് എന്നുള്ളതിന് ഖുർആനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു വിഷയം പറഞ്ഞപ്പോൾ മരത്തിൻ്റെ ഇല എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വഹിയ ഷജറത്തുൽ മാരിഫ, അത് ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ നല്ല വാക്ക് എന്നുള്ളത് മാരിഫത്ത് എന്ന മരമാണ്. മാരിഫത്ത് എന്ന് പറയുന്ന ആ മരം, ഒരു മരം, അറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുന്ന മരം. അത് എവിടെ മരം എന്ന് പറഞ്ഞു? ഖൗലി തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തുൻ ത്വയ്യിബ കശറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്ത് വഫർഹുഹാ ഫിസ്സമാ, സൂറത്ത് ഇബ്രാഹിമിൽ കാണാം. അലം തറ, നബിയെ നിങ്ങൾ നോക്കുന്നില്ലേ? കൈഫ ദറബല്ലാഹ്, അല്ലാഹു എങ്ങനെയാണ് ആക്കിയത്, മസലൻ ഉദാഹരണം നൽകി, ഉദാഹരണം വെച്ചിട്ടുണ്ട്, കലിമത്തുൻ ത്വയ്യിബ നല്ല വാക്കിന്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്ക്ക്. അതിനെ എന്തിനോടാ ഉദാഹരണപ്പെടുത്തിയത്? കസറത്തിൻ ത്വയ്യിബ, നല്ല മരം പോലെയാണെന്നാ പറഞ്ഞത്. നല്ല മരം, എങ്ങനത്തെ മരം? അസ്ലുഹാ സാബിത്ത്, അതിൻ്റെ മരട് നല്ല ഉറച്ചു നിൽക്കുന്നതാണ്. ആ ഫർഉഹാ ഫിസ്സമാ, അതിൻ്റെ കൊമ്പും ചില്ലയും അതിൻ്റെ മേൽഭാഗം അത് മുകളിലേക്ക് നിൽക്കുന്നു. അങ്ങനത്തെ നല്ലൊരു മരം പോലെയാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആ കലിമത്തു ത്വയ്യിബ, നല്ല വാക്ക്. ഇതാണ് വിശ്വാസം, ഇതാണല്ലോ വിശ്വാസം. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ഒരു മരമായിട്ട് സങ്കല്പിക്കുക. മരമായിട്ട് സങ്കല്പിക്കുമ്പോൾ ഒരു വിഷയമുണ്ട്. വലിയ ഷജറത്തിൽ മാരിഫ, ഈ മാരിഫത്താകുന്ന അള്ളാഹുവിനെ കുറിച്ച് അറിവിന് ലഭിക്കുന്ന ഈ മരത്തിന് എന്തുണ്ടാവും? ഏത് മരത്തിനാണെങ്കിലും ഉറൂഖുൻ, കുറേ വേരുകൾ ഉണ്ടാവും. ഉറൂഖ്, ഇന്നലെ നമ്മൾ പറഞ്ഞു വേരുകൾ, അതായത് നരമ്പ്. മനുഷ്യൻ്റെ ശരീരത്തേക്ക് വരുമ്പോൾ നരമ്പ്, അത് ഒരു മരത്തിലേക്ക് പോകുമ്പം അത് വേരാകുന്നു. ഫുറൂൻ, അതിനെന്തുണ്ടാവും? കൊമ്പും ചില്ലയും മറ്റുമൊക്കെ വരും ഒരു മരത്തിന്. അപ്പോൾ വമാദാമൽ മുഅ്മിനു, ഒരു വിശ്വാസിയാകുമ്പോൾ, ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവനാകുമ്പോൾ, വിശ്വാസി ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ, ഷജറത്തിൽ മാരിഫ, ഈ മാരിഫത്താകുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്ന ഈ അറിവാകുന്ന മരത്തിൻ്റെ വേരുകൾ എവിടെ നിൽക്കുക? അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതിൻ്റെ വേര് എവിടെ നിൽക്കും? ഫീ ജസദിഹി, മനുഷ്യൻ്റെ ശരീരത്തിൽ നിൽക്കും. ജീവിച്ചിരിക്കുമ്പോൾ വിശ്വാസിയുടെ ശരീരത്തിലാണ്. വഅല്ലാഹി, അവൻ്റെ അവയവങ്ങളിലൊക്കെയാണ്. അവൻ്റെ ഓരോ അവയവത്തിലും ശരീരത്തിലുമായിട്ട് നിൽക്കുന്നു. ശരീരം തന്നെയാണ് അവയവം, ഒന്നും കൂടി വ്യക്തമാക്കിയതാണ്. ഫുറൂഹ, അപ്പം അതിൻ്റെ ചില്ലയും കൊമ്പും ഇതൊക്കെ എവിടെ നിൽക്കുക? ഫീ ഖൽബിഹി, അത് എവിടെ നിൽക്കും? വിശ്വാസിയുടെ ഹൃദയത്തിലാണത് ഉണ്ടാകുക. അപ്പോൾ വേരും ഇവിടൊക്കെ നിൽക്കുന്നു, എന്നിട്ട് കൊമ്പും ചില്ലയും ഹൃദയത്തിലുമായിട്ട് നിൽക്കുന്നു. വൈദാമാത്തൽ മുഅ്മിനു, ആ വിശ്വാസി അങ്ങ് മരിക്കുമ്പോൾ, ബഖിയ ഉറൂഖുഹാ മഅൽ ജസദി, ഈ വേരുകളൊക്കെ ഇവിടെ തന്നെ നിൽക്കും. മഅൽ ജസദി, ശരീരത്തോടു കൂടെ അവിടെ നിൽക്കും. ഫിൽ ഖബരി, ഖബറിൽ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ റൂഹ് എവിടെയുള്ളത്? റൂഹ് ഫി ഇല്ലിയീന, അത് ഇല്ലിയിലാണല്ലോ ഉള്ളത്. ആത്മാവ് ഇല്ലിയിലേക്കാണ് പോവുക, നല്ല വിശ്വാസിയുടെ ആത്മാവ്. അവിടെ മഅൽ ഈമാനി, ഈമാനോടുകൂടെ അവിടെ നിൽക്കുന്നതാണ്. ഈമാൻ്റെ കൂടെ അത് അവിടെ ഉണ്ടാവും. അപ്പോൾ ഹൃദയം, റൂഹ്, പിന്നെ നമ്മളെ റൂഹിൻ്റെ യഥാർത്ഥ സ്ഥാനം, ഇപ്പോൾ മൊത്തത്തിൽ എല്ലായിടത്തും ജീവനുണ്ടെങ്കിലും റൂഹ് നിലനിൽക്കുന്ന പ്രധാന സ്ഥലം ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് ഈമാൻ്റെ കൊമ്പും ചില്ലയും ഭാഗവും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് റൂഹ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? റൂഹിൻ്റെ കൂടെ ഈമാനോട് കൂടെ
അവിടെ നിൽക്കും റൂഹ്. അപ്പം രണ്ടിലും ഈമാനിനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് മാനപ്പെട്ടവർ ഇതിന് മറുപടി പറയാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. ഇനി ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് ഇൻഷാ അല്ലാഹ് പറയാം, കൂടി പറഞ്ഞ് നിർത്തും. ഇതാ സുൽത്താൻ, നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ മാ കൈഫിയത്തുൽ ഈമാൻ, എങ്ങനെയാണ് ഇപ്പോൾ ഈമാൻ്റെ രൂപം? ഈ വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയാണ് ഇപ്പോൾ അതിങ്ങനെ നമ്മളെ ഒരു മനുഷ്യൻ്റെ കൂടെ അതെങ്ങനെ നിൽക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ? സുൽത്താൻ, നിങ്ങൾ പറയണം ഹുവ, ഈ ഈമാൻ എന്ന് പറഞ്ഞാൽ മസലു നൂരിൻ, അതൊരു പ്രകാശം പോലെയാണ്, ഒരു പ്രകാശമാണ്, ഒരു പ്രകാശം തന്നെയാണ്. യദ്ഖുലു, അത് കടക്കുന്നു, ഫി കൽബിൽ മുഅ്മിനി, വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് അത് കടക്കുകയാണ്, ഒരു പ്രകാശം, ഒരു വെളിച്ചം. എങ്ങനെയാണ് കിടക്കുക? ബി ഫളില്ല, അള്ളാൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടുകയാണ്. വക്കറമിഹി, അവൻ്റെ ആദരവ് കൊണ്ട്, അവൻ നമുക്ക് ആദരവും ഔദാര്യവും തന്നിട്ട് കിട്ടിയതാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ നൂറ് കിട്ടുമ്പോൾ അവൻ എന്താവുന്നു? മനുഷ്യന് ഹത്തായാരിഫ ഖാലിഖഹു, അവൻ്റെ സൃഷ്ടാവിനെ അവൻ മനസ്സിലാക്കുന്നു. ബി തൗഹീദിഹി, അവൻ ഏകനാക്കിക്കൊണ്ട്, മിനോരി കൈഫിൻ, അതൊരു പ്രത്യേക രൂപമില്ലാതെ. അള്ളാഹുവിനെ ഏകനാക്കും, പക്ഷെ അള്ളാഹ്ക്ക് എന്തില്ല? രൂപവും മറ്റൊന്നും കൽപ്പിക്കാതെ അള്ളാഹുവിനെ ഏകനാക്കി വെക്കുന്നു. അതാണ് അള്ളാഹ് പറഞ്ഞത്. വദാലിക ഖൗലുഹു തആല, അള്ളാഹിൻ്റെ വാക്ക്. ഉലൈക, ആ കൂട്ടർ, വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു, ഖൽബിൽ നല്ല വിശ്വാസമുള്ള, അള്ളാഹുവിനെ വെറുക്കുന്ന, അള്ളാഹുവിനെ റസൂലിനെ എതിർക്കുന്ന, എല്ലാവരോടും നല്ല ശത്രുത പുലർത്താൻ പറ്റുന്ന നല്ല ടീം വിശ്വാസികൾ, അവർ ഖതമ ഫീ ഖുലൂബിഹിൽ ഈമാൻ അവരെ ഹൃദയത്തിൽ അങ്ങോട്ട് പൂണ്ടുപിടിച്ച് അവരെ കണക്കാക്കി ഈമാൻ അവിടെ നിലയുറപ്പിച്ചവരാണ്. ആ ഈമാൻ അവരെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അതാണ് ആ ഈമാൻ, അതൊരു പ്രകാശമാണ്, അതവിടെ നിലനിൽക്കുന്നു. അതിലൂടെ അവൻ ഖാലിഖ് സിട്ടാവിനെ മനസ്സിലാക്കുന്നു, അവൻ ഏകനാക്കുന്നു, അവനിക്ക് യാതൊരു രൂപവും അവൻ സങ്കല്പിക്കാതെ ഇന്ന രൂപത്തിലാണെന്ന് പറയാതെ നിൽക്കുന്നു. ഇതാണ് ഇൻഷാ അല്ലാഹ്. ഇനി ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇനിയും ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടിയൊക്കെ ഈമാനിനെ കുറിച്ച് പറയാനുണ്ട്, വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇത് നമ്മൾക്ക് സാധാരണക്കാർ മനസ്സിലാവുന്ന രൂപത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക, ഇത് ആ രൂപത്തിലുള്ള ഒരു വിഷയങ്ങളാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.